നമ്മുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരം എന്ന് പറഞ്ഞാൽ അതിലും താഴെ കുറച്ചുകൂടെ ശാരീരികമായ വിശേഷങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് നമ്മുടെ പൊതു പരിപാടികളിലൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. കോഴിക്കോട് ടൗൺ ഹാളിൽ നമ്മൾ നടത്തിയ സെമിനാറിൽ തഹദീസ് എന്ന ഒരു വിഷയം അവതരിപ്പിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച മലപ്പുറത്ത് കലാനാഥൻ മാഷിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം അവതരിപ്പിക്കാമെന്നേറ്റതായിരുന്നു. ആ പരിപാടിയിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായി അരനൂറ്റാണ്ട് കാലം കൂടെ ഉണ്ടായിരുന്ന ആനക്കയം സെയ്ദ് മുഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണവീട്ടിൽ അന്ന് പോകാൻ പോലും എനിക്ക് സാധിച്ചിരുന്നില്ല. മരിക്കുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് പോന്നതാണ്. പക്ഷേ മരിച്ച ദിവസം പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് പുതിയ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ തയ്യാറാക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഖുർആൻ ക്ലാസ് വീഡിയോകളെല്ലാം തന്നെ 1.5 മാസം മുമ്പ് നേരത്തെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടിരുന്ന വീഡിയോകളാണ്. ഈ അവസാനത്തെ 181ാമത്തെ ഖുർആൻ ക്ലാസ് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് അപ്ലോഡ് ചെയ്തത്. മറ്റു വീഡിയോകളൊക്കെ അതിന് മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലയളവിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ടി വന്നത് എന്നതാണ് ഞാൻ ചെറുതായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എൻ്റെ ശാരീരികമായ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു യാത്ര പോയിരുന്നു. ഒരാഴ്ച നീണ്ട ഒരു വിയറ്റ്നാം യാത്രയ്ക്ക്. അത് കഴിഞ്ഞ് കൊച്ചിയിൽ വന്നിറങ്ങി 2 ദിവസം അവിടെ മകളുടെ വീട്ടിൽ വിശ്രമിച്ച ശേഷം അവിടുന്ന് മലപ്പുറത്തേക്ക് ഞങ്ങൾ പോന്നു. മലപ്പുറത്ത് വന്ന് ഒരു 4-5 മണിക്കൂർ കാറോടിച്ച് കാറിൽ നിന്നിറങ്ങി വീട്ടിൽ കയറുമ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ ഹിപ്പ് ജോയിൻറ്റിൽ ചെറിയൊരു വേദന തോന്നി. സാധാരണ 4-5 മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പിരുന്നാലും കാർ ഓടിച്ചാലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോവുക ചെയ്യാം. പക്ഷേ ഇത്തവണ ഈ വേദന മാറിപ്പോയില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അത് കൂടി വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ മലപ്പുറത്തുള്ള ഒരു ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് ജോയിൻറ്റിനകത്തെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ നീരും വേദനയൊക്കെ പോകാൻ വേണ്ടി 4-5 ദിവസത്തേക്കുള്ള മരുന്ന് തന്നു. അത് കഴിച്ചിട്ട് വേദന പൂർണ്ണമായി മാറുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസം മരുന്ന് കഴിച്ചു, വേദന കുറഞ്ഞു. പക്ഷേ 6ാമത്തെ ദിവസം മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും വേദന ചെറുതായിട്ട് തുടങ്ങി. പിന്നെ അടുത്ത ദിവസമായപ്പോഴേക്ക് വീണ്ടും കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് തന്നെ പോയിട്ട് ഒരു എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫിലിം ഇങ്ങനെ വെളിച്ചത്ത് കാട്ടി നോക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ 2 കാലിൻ്റെ ജോയിൻറ്റുകളും തമ്മിലും 2 കാലിൻ്റെ എല്ലുകൾ തമ്മിലും വളരെ വ്യത്യാസമുള്ളതായിട്ട് തോന്നി. എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി. ഞാനപ്പോൾ പറയുകയും ചെയ്തു, ഇത് ബോൺ ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫ് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ വായ പൊത്തി. അങ്ങനെ ഞങ്ങൾ എക്സ്റേയും കൊണ്ട് നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞ് ഇത് കുറച്ച് പ്രശ്നമുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ MRI ചെയ്യണം. മലപ്പുറത്ത് MRI ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് MRI ഒക്കെ ചെയ്യണം. ബാക്കി വേറെയും ചില പരിശോധനകളൊക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ആ എക്സ്റേ എൻ്റെ മക്കൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. US-ലുള്ള മരുമോളൊരു ഓർത്തോ ഡോക്ടറാണ്. അതുപോലെ മകള് എറണാകുളത്ത് മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 2 പേർക്കും അയച്ചു കൊടുത്തു. അവർ എക്സ്റേ നോക്കി, മരുമോള് നോക്കിയ ഉടനെ അവൾ കണ്ണും മുഖമൊക്കെ ചോപ്പിച്ച്, അപ്പം മോനും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അവർ ബേജാറായി. അങ്ങനെ അവരും മകളും തമ്മിലൊക്കെ ഡിസ്കസ് ചെയ്ത് മകള് അവളുടെ വീട്ടിനടുത്ത് അവളുടെ ഒരു സുഹൃത്തുണ്ട് എറണാകുളം മെഡിക്കൽ കോളേജിലെ ഒരു ഓർത്തോ ഓങ്കോളജി ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ എക്സ്റേ കാണിച്ചപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു വളരെ വേഗം പരിശോധന നടത്തണം, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ, നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് പരിശോധന നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഉടനെ തന്നെ എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പതുക്കെ വരാം, ബസ്സിലോ ട്രെയിനിലൊക്കെ കയറിയിട്ട് വരാം. നമുക്ക് അതൊന്നും പറ്റില്ല, ഞാനൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് ഡ്രൈവർ അവിടെ മുറ്റത്ത് എത്തും,
നിങ്ങൾ കാറെടുത്ത് നേരെ പോന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൾ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾ ഈ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് അവൾ വളരെ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മളെ വിളിച്ചത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് ഡ്രൈവർ വന്നു. ഞങ്ങൾ കാറെടുത്ത് എറണാകുളത്ത് പോയി. നമ്മളവിടെ ചെല്ലുമ്പോഴേക്ക് ഈ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് ബ്ലഡ് പരിശോധിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും മകൾ അവിടെ ചെയ്തു വെച്ചിരുന്നു. ഞങ്ങളവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ബ്ലഡ് എടുക്കാനുള്ള ആൾ വന്നു. അവൾക്ക് മെഡിക്കൽ ലാബാണ് അവിടെ. അപ്പോൾ അവളുടെ ലാബിൽ നിന്ന് തന്നെ ആ പരിശോധനകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുത്ത് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഈ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആ ഡോക്ടറുടെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ഒരു ഓർത്തോ ഓങ്കോളജിയുടെ ഡോക്ടറുണ്ട്, കുറച്ചുകൂടെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ അവിടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് അവിടുന്ന് MRI ചെയ്യാം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ പോയി ഈ ഓർത്തോ ഓങ്കോളജി ഡോക്ടറെ കണ്ട്. ഡോക്ടർ ഈ എക്സ്റേ നോക്കിയിട്ട് പറഞ്ഞ് ഈ എക്സ്റേ പോരാ, നമുക്ക് കാലിൻ്റെ മൊത്തം എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു 3-4 എക്സ്റേ കൂടെ എടുത്തു. ആ എക്സ്റേ എല്ലാം പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞു എൻ്റെ വലത്തെ കാലിൻ്റെ ഈ ഫീമർ എന്ന് പറയുന്ന തുടയെല്ലിൻ്റെ പകുതിയോളം ഭാഗം വീക്കായിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം, പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി അധികം വെയിറ്റുള്ള മൂവ്മെൻറ്റുകളൊന്നും വേണ്ട, നമുക്ക് ബാക്കി പരിശോധനകൾ ചെയ്യാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം MRI ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. അങ്ങനെ മോസ്റ്റ് പ്രോബബ്ലി ക്യാൻസർ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ എക്സ്റേ കണ്ടവരും ഇതുവരെ പരിശോധിച്ചവരുമായിട്ടുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. അതനുസരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ MRI എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി. അപ്പോൾ കാക്കനാട് നിന്ന് ലേക്ക് ഷോർ ആശുപത്രി വരെ മോള് കാർ ഓടിച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിറ്റേന്ന് പോയി MRI മെഷീനിൽ ഒരു 2.5 മണിക്കൂറോളം കിടന്ന് അതിൻ്റെ വൈവിധ്യമാർന്ന ഭീകര ശബ്ദങ്ങളൊക്കെ കേട്ട് അവിടെ കിടന്ന് ആദ്യത്തെ പ്രധാന പരിശോധന അങ്ങനെ കഴിഞ്ഞു. MRIയുടെ റിസൾട്ട് നമുക്ക് ഡോക്ടർ കാണിച്ചു തന്നു. അപ്പോൾ അതിനകത്തും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലിൻ്റെ പകുതി ഭാഗം വീക്കാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് പ്രധാനമായിട്ടും. വേറെ ചെറിയ 1-2 ഓപ്ഷൻസ് കൂടി ഉണ്ടെങ്കിൽ ഒരു 80% ക്യാൻസർ സാധ്യതയാണ് ഡോക്ടർ പറഞ്ഞത്. അതനുസരിച്ച് ഇനി പരിശോധിക്കേണ്ടത്, ഇത് സാധാരണ ബോണിൽ മാത്രമായിട്ട് അങ്ങനെ വരാറില്ല, മറ്റേതെങ്കിലും ഇൻറ്റേർണൽ ഓർഗൻസിൽ വന്നിട്ട് അത് അങ്ങോട്ട് പകരുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ സോഫ്റ്റ് ഓർഗൻസിൽ എവിടെയെങ്കിലും ഇതുണ്ടോ എന്നറിയണം, മറ്റ് ബോൺസിൽ എവിടെയെങ്കിലും, മറ്റ് അസ്ഥികളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഒരു CT സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഇൻറ്റേർണൽ ഓർഗൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ പെറ്റ് എന്ന് പറയുന്ന ഒരു ആധുനിക പരിശോധനയുണ്ട്. പെറ്റ് എന്ന് പറഞ്ഞാൽ പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജിയാണ്. അത് ചെയ്താൽ നമ്മുടെ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങൾ ശരീരത്തിൽ എവിടെ ഉണ്ടെങ്കിലും അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. പിറ്റേ ദിവസം പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്, CT സ്കാൻ ഒന്ന് തന്നെ എടുത്തു, പെറ്റ് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പെറ്റ് സ്കാൻ എടുക്കുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് കുറേ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ലിക്വിഡ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് മറ്റ് കുറേ ലിക്വിഡ് നമ്മൾ കുടിച്ച് വയറിലൊക്കെ നിറച്ചിട്ടാണ് ഈ പെറ്റ് മെഷീനിൽ നമ്മൾ കിടക്കുക. അങ്ങനെ പെറ്റ് സ്കാൻ എടുത്ത് കുറേ സമയം, ആദ്യം ഹോൾ ബോഡി ഒരു റാൻഡം ചെക്കിങ് 1/2 മണിക്കൂർ ചെയ്യും. അതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഓർഗന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ ഓർഗൻ്റെ ചെയ്യും. അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ ആദ്യം മൊത്തം ചെയ്ത് 1/2 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇന്ന് പോയിക്കോ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന രീതിയിൽ സംസാരിച്ച്. പക്ഷേ മറ്റ് പാത്തോളജിയിലെ ഡോക്ടർമാരെ, റേഡിയോളജിയിലെ ഡോക്ടർമാരെയൊക്കെ കാണിക്കേണ്ടതുണ്ട്, അതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. വീട്ടിലെത്തി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീണ്ടും കോൾ വന്നു. അവർ പറഞ്ഞു രാവിലെ വീണ്ടും വരണം, നാളെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കും യൂറിനറി ബ്ലാഡറിനും ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നാളെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും പോയി. അപ്പോൾ ഓരോ ചെക്കിങ്ങിനും നമ്മൾ ഈ മരുന്നൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ ആദ്യം പ്രോസ്റ്റേറ്റിൻ്റെ നോക്കാൻ 2 മണിക്കൂർ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അത് നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അടുത്ത ചെക്കിങ് നടത്തണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ആശുപത്രിയിൽ തന്നെ നിന്നു. ഈ പരിശോധനയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ഉറപ്പ് തോന്നി, അതായത്
ഇൻറ്റേർണൽ ഓർഗൻസ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനും യൂറിനറി ബ്ലാഡറിനൊക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്നും അത് നമ്മളെ ബോണിലേക്ക് പകർന്നതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ ആ സമയത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളെന്തായാലും ഒരു ക്യാൻസർ രോഗിയുടെ ഭാവി ജീവിതം ആണ് ഇനി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചുള്ള എല്ലാ പ്ലാനിങ്ങും പ്രിപ്പറേഷനും നമ്മൾ മാനസികമായിട്ടും മറ്റു രീതിയിലും ചെയ്തു. കാരണം നമുക്ക് യാഥാർത്ഥ്യങ്ങൾ, നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ശരി, ആ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണുക, ശാസ്ത്രീയമായിട്ട് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതല്ലാതെ അഭൗതികമായിട്ടുള്ള ഒരു കാരണവും ഒരു പ്രശ്നപരിഹാരവും ഇതിനില്ല. ഏതെങ്കിലും ആകാശമാമനോട് പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കൈക്കൂലിയും വഴിപാടും കൊടുത്തിട്ടോ ഒന്നും ആരെയും പ്രീണിപ്പിച്ചിട്ടോ ഒന്നും ഇത് പരിഹരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് പോകാം. പിന്നെ ക്യാൻസർ എന്ന് പറയുന്നത് പലപ്പോഴും പാരമ്പര്യമായിട്ട് വരുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരമ്പര്യം ഉണ്ട് താനും. എൻ്റെ ഇതേ പ്രായത്തിൽ, എനിക്കിപ്പോൾ 67 വയസ്സായി. 67ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അതുപോലെ തന്നെ വാപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടി അടുത്ത് 2 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഈ ഹിപ്പ് ജോയിൻറ്റിൽ തന്നെ ബോൺ ക്യാൻസർ വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പാരമ്പര്യത്തിൽ ഏകദേശം ഉള്ളതുമാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മളത് ഉറപ്പിച്ചു. അതിനനുസരിച്ച് നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർഡായി. പക്ഷേ കുട്ടികൾക്ക്, മക്കൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഈ പെറ്റ് സ്കാൻ പരിശോധന കഴിഞ്ഞ് പിന്നെ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് പെരുന്നാൾ വന്നു. അതിൻ്റെ ഡോക്ടറും കുറച്ചാളുകളൊക്കെ ലീവായിരുന്നുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നത്. നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ ഈ സ്കാനിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഈ ഇൻറ്റേർണൽ ഓർഗൻസിലൊന്നും ക്യാൻസറൊന്നും ബാധിച്ചിട്ടില്ല, ഇപ്പോൾ ഈ ബോണിൽ മാത്രമാണ് ഇത് കാണുന്നത്. ഇനി ബോണിൽ മാത്രമായിട്ട് ഇങ്ങനെ വളരെ റെയറായിട്ട് കാണാറുള്ളൂ. അങ്ങനെ വന്നാൽ അതിന് വേറെയും 1-2 പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിനി അടുത്ത ടെസ്റ്റ് ബയോപ്സി എടുത്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസ്ഥിയിൽ നിന്ന് ഈ ഇത് ബാധിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് ചുരണ്ടിയെടുത്തിട്ട്, സാമ്പിൾ ചുരണ്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് ബയോപ്സി പരിശോധന നടത്തണം. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് ചെയ്യേണ്ടത്. അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് പോയിട്ട് അനസ്തേഷ്യയുടെ ഡോക്ടറെ കണ്ട് അനസ്തേഷ്യക്ക് ഫിറ്റാണ് എന്നതിൻ്റെ കൺസെൻറ്റൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അനസ്തേഷ്യ ഡോക്ടറെ പോയി കണ്ട് ECG എടുത്ത് BP നോക്കി, പിന്നെ ബ്ലഡിൽ 1-2 ടെസ്റ്റ് കൂടെ നടത്തി അവിടുന്ന് ഓക്കെ പറഞ്ഞ് അനസ്തേഷ്യക്ക് കൺസെൻറ്റ് കിട്ടി. പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും വീട്ടിൽ നിന്ന് കാർ ഓടിച്ച് പോയി. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് അന്ന് അഡ്മിറ്റായി. അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് രാവിലെ മുതൽ അവിടെ OTയിലാണ്. അങ്ങനെ അനസ്തേഷ്യയൊക്കെ തന്ന് ഈ സാമ്പിളൊക്കെ എടുത്ത് തുന്നി. അത് കഴിഞ്ഞ് അന്ന് കുറച്ച് സമയം അവിടെ വിശ്രമിച്ച് രാത്രിയാകുമ്പോഴാണ് ഡിസ്ചാർജ് ചെയ്തത്. രാത്രി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. രാത്രി പോരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. മഴയും നല്ല ട്രാഫിക് ജാമും ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി, മഴ, ട്രാഫിക് ജാം, ഈ 3 പ്രതിസന്ധികളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. പക്ഷേ മോള് വളരെ സമർത്ഥമായിട്ട് അതൊക്കെ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം ഇതിൻ്റെ നല്ല വേദന ഉണ്ടായിരുന്നു ഈ ബയോപ്സിയൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പെയിൻ കില്ലറൊക്കെ കഴിച്ച് 2 ദിവസം അവിടെ വിശ്രമിച്ച് വേദന കുറച്ച് കുറഞ്ഞ സമയത്ത് എറണാകുളത്തുള്ള നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് അയാൾ വണ്ടി ഓടിച്ച് ഞങ്ങൾ മലപ്പുറത്തേക്ക് പോന്നു. കാരണം ബയോപ്സി റിസൾട്ട് കിട്ടണമെങ്കിൽ 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. 2 ആഴ്ച നീണ്ട ഒരു പ്രോസസ്സാണ് അതിൻ്റെ പരിശോധന എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് വന്നിട്ട് ഈ ബയോപ്സി റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇന്നലെ വരെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ ആശുപത്രിയിൽ ഓരോ യന്ത്രത്തിൽ നിന്നും അടുത്ത യന്ത്രത്തിലേക്ക് മാറുകയും ഓരോ യന്ത്രത്തിലും പരിശോധിക്കാൻ വേണ്ടി 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുറേ ഇടവേളകൾ, ബോറടിക്കുന്ന കുറേ ഇടവേളകളുണ്ട്. അപ്പോൾ ഈ ഇടവേളകളിലെ ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ആശുപത്രിയിലെ ഇടവേളകളിൽ മാത്രം ഒരു പുസ്തകം വായിച്ചു തീർത്തു. ആ സമയത്ത് ഞാൻ വായിച്ചു തീർത്ത പുസ്തകം എന്ന് പറയുന്നത് ജെന്നി നോട്ട്ബർഗ് എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഗേൾസ് ഓഫ് കാബൂൾ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അത് വളരെ പ്രസിദ്ധമായിട്ട് അടുത്ത കാലത്ത് ചർച്ചയായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാനത് വായിക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു.
ആ പുസ്തകം വായിച്ച് അതിനകത്ത് അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ ജീവിതമാണ് പരാമർശിക്കപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഈ സോവിയറ്റ് കാലം മുതൽ അടുത്ത കാലത്തെ താലിബാൻ ഭരണം വരെയുള്ള ആ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളാണ്. പെൺകുട്ടികളും പെൺകുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളും. ഇതിൽ അഫ്ഗാനിസ്ഥാനിൽ മാത്രം കാണപ്പെടുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. പെൺകുട്ടികളെ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരാൺകുട്ടിക്ക് ലഭിക്കുന്ന മിനിമം സ്വാതന്ത്ര്യങ്ങൾ കുട്ടിക്കാലത്ത് ഈ കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും അവിടെ ചെയ്യുന്ന ഒരു വിക്രിയ, അത് പെൺകുട്ടികളെ ആൺകുട്ടികളാണെന്ന വ്യാജേന അവരെ വേഷം ധരിപ്പിച്ച് പേരൊക്കെ മാറ്റി സ്കൂളുകളിലെ അധികൃതരെയും താലിബാൻകാരെയും നാട്ടുകാരെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളെ ആൺകുട്ടികളാക്കി വളർത്തുക. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ പെൺകുട്ടികളെ ആൺകുട്ടികളാക്കി വളർത്തിക്കൊണ്ട് അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയും കുട്ടിക്കാലത്ത് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുകയൊക്കെ ചെയ്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവിടെ. അങ്ങനെയുള്ള ആൺകുട്ടികളാക്കി വളർത്തപ്പെട്ട പെൺകുട്ടികളുടെയും ആൺകുട്ടികളായി പെൺകുട്ടികളെ വളർത്തേണ്ടി വന്ന രക്ഷിതാക്കളുടെയും ഒക്കെ അനുഭവങ്ങളുടെ ഒരു സാക്ഷിമൊഴികളാണ് അതിൽ സമാഹരിച്ചിട്ടുള്ളത്. ഈ സ്വീഡിഷ് ജേർണലിസ്റ്റ് അഫ്ഗാനിസ്ഥാനിൽ യാത്ര ചെയ്തുകൊണ്ട് അവിടെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ സ്റ്റഡി നടത്തിയിട്ട് അവരുടെ അനുഭവങ്ങൾ ശേഖരിച്ചിട്ട് ഈ പുസ്തകം തയ്യാറാക്കിയതാണ്. അത് വളരെ ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് അനുഭവപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞാൻ ഈ പുസ്തകം ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യവും ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യവും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്തു നോക്കി. ആ താരതമ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകളാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തുടക്കം മുതൽ, ഇപ്പം ഞാൻ ആദ്യത്തെ ഈ പരിശോധന കഴിഞ്ഞ് എക്സ്റേ അയച്ചു കൊടുത്ത ആ ഒരു നിമിഷം മുതൽ അവളുടെ ജോലി, അവളുടെ പ്രൊഫഷണലായിട്ടുള്ള ജോലി ഒഴിവാക്കി അവളുടെ വീട്ടിലന്ന് പല ജോലികളും നടന്നുകൊണ്ടിരിക്കുക, വീട്ടിൽ മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക, അതെല്ലാം നിർത്തിവെച്ച് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം മരുമകനെ ഏൽപ്പിച്ച് കുട്ടികളെ നോക്കുന്ന കാര്യവും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യവും വീട് വൃത്തിയാക്കുന്ന കാര്യം വരെ എല്ലാം മരുമകനെ ഏൽപ്പിച്ചിട്ട് ഫുൾ ടൈം പിന്നെ എന്നെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയായിരുന്നു ഈ 2 ആഴ്ച. എൻ്റെ മോള് കാറെടുത്ത് ഈ തിരക്കേറിയ ട്രാഫിക് ജാമിലൂടെ ഓടിച്ച് ആശുപത്രി വീട് ആശുപത്രി വീട്. അതിനിടയ്ക്ക് അവൾ ഈ എക്സ്റേ കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ആ എക്സ്റേ അവളുടെ പരിചയത്തിലുള്ള ഡോക്ടർമാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നു. അപ്പുറത്ത് മകനും മരുമകളുമായിട്ട് സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാതെ എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടർമാർ, വിശ്വനാഥൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ പരിചയത്തിലുള്ള ഓർത്തോ ഡോക്ടർമാരൊക്കെ അവൾ തന്നെ ഞാനറിയാതെ നേരിട്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരുമായിട്ടും അവൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ നിമിഷം മുതൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വിശ്രമവും ഇല്ലാതെ, എന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി, അധികം ടെൻഷൻ അടിച്ച് തളർന്ന് വീഴാതെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് 2 മക്കളാണുള്ളത്. മകൻ പുറത്താണ്, നാട്ടിലില്ല. മകൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവും അനുഭവിക്കാതെ മകൻ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുന്നതിനേക്കാൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അതിനേക്കാൾ ഭംഗിയായിട്ടും സമർത്ഥമായിട്ടും എൻ്റെ മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മകൾ പൂർണ്ണമായിട്ട് ഞങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല, നമ്മളൊന്നും ആലോചിക്കുക പോലും ചെയ്യേണ്ടതില്ല, എല്ലാം അവൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ആൺകുട്ടിയായിട്ട് പെൺകുട്ടികളെ വേഷം മാറ്റി പ്രച്ഛന്ന വേഷരാക്കിയിട്ട് സ്കൂളിൽ അയക്കേണ്ടി വരുന്ന അഫ്ഗാനിസ്ഥാനിലെ ആ കുടുംബങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ഇങ്ങനെ താരതമ്യം ചെയ്തപ്പോൾ എനിക്ക് തോന്നി നമ്മളൊക്കെ ഈ കേരളത്തിലൊക്കെ ജനിച്ചത് എത്രയോ വലിയ ഭാഗ്യമായി. കാരണം എനിക്ക് എൻ്റെ മകളെ വേഷം കെട്ടിക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ മകളെയും എൻ്റെ മകനെയും ഒക്കെ ഞങ്ങൾ ഒരേ രീതിയിൽ, ഒരു ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ വളർത്തുകയും പെൺകുട്ടി എന്നുള്ള നിലക്ക് പ്രത്യേകമായിട്ട് പ്രോത്സാഹനവും പരിശീലനവും നൽകുകയും ചെയ്തുകൊണ്ട് ഒരു സ്വതന്ത്ര വ്യക്തി എന്നുള്ള നിലക്ക് ആത്മവിശ്വാസത്തോടെ ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ മക്കളെ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വളർത്തിയിട്ടുള്ളത്. അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഇവിടെ ആൺകുട്ടിയിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു
പ്രായോഗിക തെളിവാണ് എൻ്റെ മക്കൾ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഓർത്തു പോവുകയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്തായാലും ഈ റിസൾട്ട് ഇന്നലെ വന്നു. റിസൾട്ട് വന്നപ്പോൾ അതുവരെ നമ്മൾ കണക്ക് കൂട്ടിയിരുന്നതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് എനിക്കുള്ള അസുഖം ക്യാൻസർ അല്ല എന്നും പകരം പേജറ്റ് എന്ന് പറയുന്ന ഈ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് എന്നും അതാണ് റിസൾട്ടിൽ വ്യക്തമായിട്ട് വന്നത്. ക്യാൻസറിനെ കുറിച്ച് പേടിച്ചതുപോലെയുള്ള യാതൊരു പേടിയുടെയും ആശങ്കയുടെയും ആവശ്യമില്ല. എന്നാൽ കുറച്ച് സീരിയസ് ആണ് താനും. അസ്ഥികൾ ഇങ്ങനെ ബലക്ഷയം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ പേജറ്റ് ഡിസീസാണ്. അത് ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കേസാണ്. പക്ഷേ യൂറോപ്പിലൊക്കെ ആ കേസ് നന്നായിട്ട് കോമൺ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഈ യൂറോപ്യൻ ആൻസിസ്ട്രിയിലുള്ള, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കുടിയേറിപ്പോയിട്ടുള്ള ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് കാര്യമായിട്ടും ഈ അസുഖം കണ്ടുവരുന്നത്. ഏഷ്യൻ വംശജരിലും ആഫ്രിക്കൻ വംശജരിലും ഒക്കെ വളരെ റെയറായിട്ട് മാത്രമേ ഇത് കാണാറുള്ളൂ. അപ്പോൾ ഇന്നലെ ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എല്ലാ കേസ് ഹിസ്റ്ററിയും കൊണ്ട് നമ്മൾ ആദ്യത്തെ മലപ്പുറത്തെ ഡോക്ടറെ അടുത്ത് ഇന്നലെ പോയിരുന്നു. കാരണം ഡോക്ടർ എല്ലാ വിവരങ്ങളും പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങേരെ അറിയിക്കാൻ വേണ്ടി ഇത് കൊണ്ടുപോയിട്ട് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു 20 വർഷത്തിലേറെ ഈ ഓർത്തോ സർജനുള്ള സർവീസുണ്ട്. 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ സർവീസിനിടയിൽ കാണുന്ന രണ്ടാമത്തെ കേസാണ് പേജറ്റ് ഇത് എന്ന് പറഞ്ഞത്. ഒരു കേസ് മാത്രമേ 20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ഓർത്തോ ഡോക്ടർ കണ്ടിട്ടുള്ളൂ. അത്രയും റെയറായിട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് മോസ്റ്റ് പ്രോബബിളി 80% എന്നൊക്കെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഇത് ക്യാൻസറാണ് എന്ന് സംശയിച്ചത്. പക്ഷേ ക്യാൻസറല്ല, പേജറ്റാണ്. ഇനി എന്താണ് ഈ പേജറ്റ്? ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഈ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ച് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പേജറ്റ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ അസ്ഥിയുടെ ഒരു റിന്യൂവൽ പ്രോസസ്സ് നടക്കുന്നുണ്ട് ശരീരത്തിൽ. നമ്മുടെ അസ്ഥികൂടം മൊത്തം ഒരു 10 വർഷം കൊണ്ട് എല്ലാ ടിഷ്യൂസും റിന്യൂ ചെയ്തിട്ട് വരും. അങ്ങനെ അസ്ഥി ഒരു ടിഷ്യൂ പഴകുമ്പോൾ ആ പഴകിയ ടിഷ്യൂവിനെ മാറ്റിയിട്ട് പകരം പുതിയ ടിഷ്യൂ റീപ്ലേസ് ചെയ്ത് അതിനെ പുതുക്കും. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയ നമ്മുടെ അസ്ഥിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഈ പ്രക്രിയ നോർമലായിട്ട് നടക്കുന്നതിന് പകരം അതിൽ വരുന്ന ചില അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ചില ഇംബാലൻസ് സംഭവിക്കുമ്പോഴാണ് ഈ പേജറ്റ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന പഴയ ടിഷ്യൂസ്, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന പുതിയ ടിഷ്യൂസ്, ഈ പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ പഴയ ടിഷ്യൂസ് തനിയെ നശിച്ചു പോകുക എന്നുള്ളതാണ് നോർമൽ പ്രോസസ്സ്. പക്ഷേ ചില കേസിൽ, ഇപ്പോൾ ഈ പേജറ്റിൻ്റെ കേസിൽ ഈ പഴയ ടിഷ്യൂസ് പൂർണ്ണമായി നശിച്ചു പോകാതെ അവിടെ തന്നെ അള്ളിപ്പിടിച്ച് കിടക്കും. അതേസമയത്ത് പുതിയ ടിഷ്യൂസ് ഫോം ചെയ്യും. ഈ പുതിയ ടിഷ്യൂസ് ഫോം ചെയ്തിട്ട് അത് പഴയ ടിഷ്യൂസിൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം പഴയ ടിഷ്യൂസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്തിട്ടോ വളരും. ഇതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ കൂടെ ശ്രീനിവാസൻ ഒരു തഹസിൽദാറായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീനിവാസൻ പുതിയ തഹസിൽദാറായിട്ട് ഓഫീസിൽ ചാർജ് എടുക്കാൻ വരുമ്പോൾ പഴയ തഹസിൽദാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചാർജ് ഒഴിയാതെ. അങ്ങനെ ഈ 2 തഹസിൽദാർമാർ കൂടെ ഒരു ഓഫീസിൽ കിടന്നിട്ടുള്ളൊരു അടിയും പിടിയും ബഹളവും കാണുന്നുണ്ട്. അവസാനം ശ്രീനിവാസൻ പഴയ ആൾ ഇരിക്കെ തന്നെ ചാർജ് എടുത്തു എന്നും പറഞ്ഞിട്ട് ഈ കസേരയിൽ കയറിയിരിക്കുന്നതും എന്നിട്ട് അവർ തമ്മിൽ അടി കൂടുന്നതുമായിട്ടുള്ളൊരു രംഗമുണ്ട്. അതേപോലെയാണ് ഇവിടെയും. പഴയ ടിഷ്യൂസ് മാറിക്കൊടുത്താലേ പുതിയ ടിഷ്യൂസിന് കൃത്യ സ്ഥലത്ത് വന്നിട്ടിരുന്ന് ക്രമമായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പക്ഷേ പഴയ ടിഷ്യൂസ് ഈ പേജറ്റ് ഡിസീസുള്ള ആളുകളിലാണെങ്കിൽ ടിഷ്യൂ അവിടെ തന്നെ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് മറ്റേ പുതിയ ടിഷ്യൂസിന് വന്നിട്ട് ഇയാളുടെ മുകളിൽ കയറിയിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അസ്ഥിയുടെ നോർമൽ ഷേപ്പ് വ്യത്യാസം വരികയും അസ്ഥിക്ക് വണ്ണം കൂടുകയും അബ്നോർമലായിട്ടുള്ള ഷേപ്പായിട്ട് വളരുകയും ചെയ്യുക മാത്രമല്ല അസ്ഥിയുടെ ബലം അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം, ഡെൻസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ അസ്ഥിക്ക് ബലക്ഷയം സംഭവിക്കും. ഇതാണ് പേജറ്റ് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അസ്ഥിക്ക് സൈസ് വ്യത്യാസപ്പെടുകയും വികലമായിട്ടുള്ള ഫോർമേഷനായിട്ട് മാറുകയും വണ്ണം കൂടുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം അസ്ഥിയുടെ ബലം കുറയുകയും ചെയ്യും.
ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഈ അസുഖം തന്നെ 19-ാം നൂറ്റാണ്ടിൽ ജെയിംസ് പേജറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ആ രോഗത്തിന് പേജറ്റ് ഡിസീസ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗവും കണ്ടെത്തിയിട്ടുള്ളത്. അത് ജനറ്റിക്കലായിട്ടുള്ള കാരണമാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ, ചെറുപ്പകാലത്ത് ഈ മീസിൽസ് പോലുള്ള രോഗങ്ങൾ വന്നിട്ട് അതിൻ്റെ വൈറസ് ഇൻഫെക്ഷൻ മൂലമാവാം, അതല്ലെങ്കിൽ മ്യൂട്ടേഷൻ മൂലമാവാം. അങ്ങനെ പല കാരണങ്ങളാണ് ഊഹിക്കുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള റീസൺ എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാനും അത് തുടർന്ന് ആ പ്രക്രിയ കുറച്ച് കാലം കൊണ്ട് മെഡിക്കേഷൻ കൊണ്ട് നോർമലാക്കി എടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഹോർമോൺ ചികിത്സയും മറ്റുമാണ് ഇപ്പോൾ ഇനി ഇതിന് നടത്താനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി വന്നിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് വെച്ചാൽ എൻഡോക്രൈനോളജിയിലെ ഡോക്ടറും ഓർത്തോപീഡിക്സിലെ ഡോക്ടർമാരും കൂടെ ചേർന്നിട്ടാണ് ഇനി ഇതിനെ ചികിത്സ നടത്തേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എൻഡോക്രൈനോളജിയിലെ ഡോക്ടറെയാണ് ആദ്യമായിട്ട് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ലേക്ക് ഷോറിൽ തന്നെയുള്ള എൻഡോക്രൈനോളജി ഡോക്ടറെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഡോക്ടറെ പോയി കണ്ടിട്ട് നമ്മളെ ചികിത്സിക്കുന്ന ഓർത്തോ ഡോക്ടറും ആ ഡോക്ടറും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇനി നമുക്ക് എന്ത് ചികിത്സ വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത്. എന്തായാലും ചികിത്സിച്ചാൽ മാറുന്നതും കുറച്ചു കാലം മരുന്ന് ഉപയോഗിക്കേണ്ടതും അല്പം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു അസുഖം എന്നതിനപ്പുറത്തേക്ക് ക്യാൻസർ പോലെയുള്ള ഒരു അപകടകാരിയായ ഒരു അവസ്ഥയല്ല ഉള്ളത്. അപ്പോൾ ഈ റിസൾട്ട് വന്നതോടുകൂടി എല്ലാവരും, നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ ഡോക്ടർമാരും, നമ്മളെ ചികിത്സിച്ചുകൊണ്ടിരുന്നവരും, സർവോപരി നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും, പ്രത്യേകിച്ച് മക്കളും എല്ലാം വളരെ ആശ്വാസത്തിലാണ്. കാരണം വലിയൊരു സംഭവം പ്രതീക്ഷിച്ചിട്ട് അത്രയൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് എല്ലാവരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനസികമായിട്ട് എന്നോ ഇതിനൊക്കെ പ്രിപ്പയർ ആയിട്ടുള്ളതാണ്. കാരണം നമുക്കൊക്കെ സംഭവിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾക്ക്, വലിയൊരു ശതമാനം ആളുകൾ ക്യാൻസർ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്കും അത്തരം രോഗങ്ങളൊക്കെ വരാം. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശാസ്ത്രീയമായി നമുക്ക് കൊടുക്കാവുന്ന ചികിത്സ കൊടുക്കുക, പിന്നീട് നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് സെറ്റിൽ ചെയ്യുക എന്നല്ലാതെ ബേജാറായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാനസികമായിട്ട് എന്നോ ഇതിനൊക്കെ തയ്യാറാണ്. ഞാൻ പൊതുവേ ജീവിതത്തെ തന്നെ അത്ര വലിയ സാരമായിട്ട് കാണുന്ന ഒരാളൊന്നുമല്ല. ജീവിതം തന്നെ നിസ്സാരമായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരുന്നതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല. അതുകൊണ്ട് എനിക്കിത് വലിയൊരു ആശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടോ ഒന്നും തോന്നുന്നില്ല. എന്തു വന്നാലും അതിനെയൊക്കെ നേരിടാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പണിയൊന്ന് പൂർത്തിയാക്കാനുള്ള ഒരു അവസരം കിട്ടണം എന്നുള്ളൊരു ചെറിയൊരു അതിമോഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഈ ഖുർആൻ ക്ലാസ് തുടർന്ന് വരുന്നുണ്ട്. അത് പൂർത്തിയാക്കാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കാനുള്ള സൗകര്യമൊക്കെ ഇതുപോലുണ്ട്. അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാവുകയാണ് ചെയ്യുക. കാരണം നമ്മളെ യാത്രകളും മറ്റു പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി വീട്ടിൽ തന്നെ വിശ്രമിച്ചാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി കുറച്ച് കാലത്തേക്ക് ഇങ്ങനെയുള്ള പൊതു പരിപാടികൾക്കൊന്നും ആരും എന്നെ ക്ഷണിക്കേണ്ടതില്ല. ഞാൻ പൂർണ്ണ വിശ്രമത്തിലായിരിക്കും. ഇത് നോർമലാകുന്നത് വരെ യാത്രകളും മറ്റു കഠിനമായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ വിശ്രമിക്കുക എന്നാണ് തീരുമാനം. ആ വിശ്രമവേളയിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്യാം എന്നാണ് കരുതുന്നത്. ഈ ഒരു കാലയളവിൽ കുറേ പ്രതികരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരുന്നു. പക്ഷേ അതിനോടൊന്നും പ്രതികരിച്ചുകൊണ്ടൊന്നും വീഡിയോ ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പോൾ സെയ്ദ് മുഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദം, അതുപോലെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കോലാഹലങ്ങൾ, പിന്നെ എന്നെക്കുറിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് അറബി ഭാഷ അറിയാത്തത് കൊണ്ട് ഖുർആൻ ക്ലാസ് എടുക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രാഫിക് നിയമം അറിയാത്ത ആൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പരിഹാസമൊക്കെ വിശ്വാസികൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനൊക്കെ മറുപടി പറയാനുള്ള ഒരു അവസരമാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഇതിലൂടെ നഷ്ടപ്പെട്ടത്. എന്തായാലും അതിനൊക്കെയുള്ള മറുപടികളും വീഡിയോകളും ഒക്കെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യാം. ചികിത്സയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇടവേളകളും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഖുർആൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഇതുമായിട്ടൊക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു വ്യക്തിപരവും ശാരീരികവുമായ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഒത്തിരി സ്നേഹമറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ആരോടും ഇത് നേരിട്ട് അറിയിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ മോള് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരെയൊക്കെ അറിയിച്ചതുകൊണ്ട് അവർ മുഖേന കുറച്ച് പേരൊക്കെ അറിയുകയും, അറിഞ്ഞ ആളുകളൊക്കെ ഡോക്ടർമാരെല്ലാവരും കോഴിക്കോട് നിന്നൊക്കെയുള്ള എല്ലാ ഡോക്ടർമാരും വീട്ടിൽ വരികയും ആശുപത്രിയിൽ വരികയും എപ്പോഴും ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാരായ സുഹൃത്തുക്കളും
അല്ലാത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളും വളരെ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞവരൊക്കെ വന്ന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും നൽകി. സർവോപരി സ്നേഹസമ്പന്നരായ എൻ്റെ മക്കളും എൻ്റെ സഹധർമ്മിണിയും എൻ്റെ കുടുംബത്തിലുള്ളവരുമൊക്കെ പൂർണ്ണമായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള സ്നേഹം മാത്രം അറിയിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.